ഇന്നത്തെ സുവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവപരിപാലനയെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം നമ്മോട് പറയുന്നത്. ജീവിതത്തിൽ എല്ലാ കാലവും ഒരുപോലെ ആയിരിക്കുമെന്ന് ദൈവം ആരോടും പറഞ്ഞിട്ടില്ല. എന്നാൽ ഏത് കാലത്തും കൂടെയുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെയാണ് ദൈവപരിപാലന എന്ന് പറയുന്നത്. എല്ലാം പ്രിയങ്കരവും ശുഭകരവുമായി മാറുന്നതല്ല പരിപാലന, മറിച്ച് ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നത് അവൻ്റെ കരങ്ങളിൽ ആണെന്നുള്ള തിരിച്ചറിവാണ് ദൈവപരിപാലന. ദൈവം താഴെ ഇറങ്ങി വന്ന് പരിപാലിക്കുകയില്ല, മറ്റുള്ളവരിലൂടെ അവിടുന്ന് പ്രവർത്തിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ചില സന്ദർഭങ്ങളിൽ ചില ആളുകളുടെ ഇടപെടലുകളെ ദൈവപരിപാലനയായി നമ്മൾ വാഴ്ത്തുന്നത്. ഒരു പുസ്തകത്തിൽ ഒരു കഥ വായിക്കുകയുണ്ടായി. ഒരു വിറക് വെട്ടുകാരൻ വനത്തിനുള്ളിൽ മുറിവേറ്റ് കിടക്കുന്ന ഒരു കുറുക്കനെ കണ്ടു. ഇത് എങ്ങനെ ജീവിക്കും എന്ന് അയാൾ അമ്പരന്ന് നിൽക്കുമ്പോൾ ഒരു സിംഹം ഒരു തുണ്ട് മാംസം കുറുക്കൻ്റെ മുമ്പിൽ കൊണ്ടുവയ്ക്കുന്നത് അയാൾ കണ്ടു. പല ദിവസങ്ങൾ അയാൾ ആ കാഴ്ച കണ്ടു. അത് ദൈവത്തിൻ്റെ പരിപാലനയാണ് എന്ന് അയാൾക്ക് ഉറപ്പായി. കുറുനരികളെ പോറ്റുന്ന ദൈവം തന്നെയും പരിപാലിക്കുമെന്ന് അയാൾക്കുറപ്പായി. അയാൾ പിന്നീട് ജോലിക്കൊന്നും പോകാതെയായി. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആരും അയാളെ തേടിയെത്തിയില്ല. അയാൾ പട്ടിണി കൊണ്ട് മരിക്കുമെന്നായപ്പോൾ ദൈവം അയാളെ ശാസിച്ചു. ദൈവം അയാളോട് പറഞ്ഞു, ആ വനത്തിൽ നീ കണ്ട കാര്യം ഞാൻ നിനക്ക് കാട്ടിത്തന്നത് നീ സ്വീകരിക്കേണ്ട പരിപാലനയെ പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നില്ല, മറിച്ച് നീ നൽകേണ്ട പരിപാലനയെ ഓർമ്മിപ്പിക്കാനായിരുന്നു. ആ കഥ അവസാനിക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഓരോരുത്തരും ദൈവപരിപാലനയുടെ മീഡിയമാകുക എന്ന് പറഞ്ഞുകൊണ്ടാണ്.